ഇറാൻ ആക്രമണം നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിന് പുറമെ രാജ്യങ്ങളിലൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിന് നേരെ അവരുടെ റിഫൈനറികൾ, നേരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം അടക്കം പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് മാത്രമല്ല, വലിയ നാശനഷ്ടം സംഭവിച്ചുവെന്ന് കുവൈറ്റി മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നു. അവിടെ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുവൈറ്റ് 1991 ശേഷം അമേരിക്കയുടെ ഒരു വലിയ താവളമാണ്. അപ്പം അമേരിക്കൻ താവളങ്ങളാണ് ലക്ഷ്യമിടുന്നത്. അമേരിക്കയോട് ബന്ധമുള്ള UAE, സൗദി, ബഹ്റൈൻ, ഖത്തർ അടക്കം പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്രമണത്തിന് കുറവില്ല. ഒരു ഭാഗത്ത് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് നാവികസേനയില്ല, അവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽ ഇല്ല, ഡ്രോണുകളില്ല എന്ന് പറയുമ്പോഴാണ് ഡസൻ കണക്കിന് ഡ്രോണുകളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിലും യാതൊരു കുറവുമില്ല. കാരണം തുരങ്കങ്ങളിൽ ഇറാൻ അത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇറാന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും അവരുടെ ആയുധ ശേഖരം ഇപ്പോഴും പകുതിയോളം ബാലിസ്റ്റിക് മിസൈലുകൾ ബാക്കിയുണ്ടെന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് തന്നെ പറയുന്നു. അമേരിക്കയിൽ ട്രംപിനെതിരെയുള്ള വികാരം കൂടുതൽ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ട്രംപിനെ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ. വേണ്ടി വന്നാൽ ഒരു 2-3 ആഴ്ച കൂടി പിടിച്ചു നിൽക്കും. അതിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷേ SKN അവരുടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗൾഫ് രാജ്യങ്ങളിലുള്ള US ബേസുകൾക്ക് നേരെ ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഇറാൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അവർ വല്ലാത്ത ഒരു പ്രതികാര ദാഹത്തിലാണ്. ഇറാൻ ജയിക്കാൻ പോകുന്നില്ല, പക്ഷെ അവർ തോൽവി സമ്മതിക്കാൻ തയ്യാറുമല്ല. ആ തരത്തിലാണ് യുദ്ധങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ലെബനോനിൽ കരയുദ്ധം നടത്തുന്ന ഇസ്രായേൽ വലിയ ആക്രമണം അയച്ചുവിട്ടിട്ടുണ്ട്. ഈ ഏതാനും സമയത്തിന് മുൻപ് തന്നെ ഒരു 6 പേർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലെബനോനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടെ വലിയ അസ്വസ്ഥരാണ്. കാരണം ലെബനോനിൽ UN സേനയാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻ സേനയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. അതിൽ നിരവധി പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ. ഇസ്രായേലിന് യൂറോപ്പ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വീഴുന്നില്ല. ഇസ്രായേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്ന് മാത്രമല്ല, അമേരിക്ക യുദ്ധം നിർത്തിയാലും തങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു വാശിയിലാണ്. പക്ഷേ ട്രംപ് പറയുന്നത് ഞാൻ എപ്പോൾ യുദ്ധം നിർത്തുന്നോ അപ്പോൾ ഇസ്രായേൽ അതിന് തയ്യാറാവും, എൻ്റെ കൺട്രോളിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഡെമോക്രാറ്റുകളും അമേരിക്കയിലെ ജനങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. യുദ്ധം കൂടുതൽ നീണ്ടുപോയി കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ദശലക്ഷക്കണക്കിന് മലയാളികൾക്കിടയിൽ ആശങ്കയുണ്ട്. ആകെയുള്ള ആശ്വാസം SKN ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആകെ ഈ പെട്രോളിയം, ഇത് എണ്ണ ശുദ്ധീകരണശാല, കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്ന ശാലകൾ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളം, US ബേസ്, ഇതാണ് പ്രധാന അറ്റാക്കിംഗ് കേന്ദ്രമായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്.